ഇപ്പോൾ രാജു വാഴക്കാല കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ രാജു വാഴക്കാല, കേരളം കഴിഞ്ഞ ദിവസം കണ്ട കണക്കുകൾ താങ്കൾക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ കണക്കുകളാണ്. ഏതാണ്ട് 1,65,000 പേരെ 5 മാസത്തിനിടയിൽ തെരുവുനായ കടിച്ചു, അതിൽ 17 പേർ മരിച്ചു തുടങ്ങിയ കണക്കുകളാണ്. അതുമായി ബന്ധപ്പെട്ട് താങ്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ, താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ, അതിനുശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏത് സാഹചര്യത്തിലാണ് താങ്കളുടെ ഇടപെടൽ? എന്താണ് അധികൃതർ അതിനോട് പ്രതികരിക്കുന്ന രീതി? ഞാൻ ഈ ചർച്ചയിൽ മറ്റു പാനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ താമസിച്ചാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഈ തെരുവുനായയുമായി ബന്ധപ്പെട്ടുള്ള തെരുവുനായുടെ ഉപദ്രവമായിരിക്കുന്നവരെ കണക്കുകളൊക്കെ പൊതുസമൂഹത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെയാണ്. ഈ തെരുവുനായയുടെ കടിയേറ്റും മരണപ്പെടുന്നത്, ഞാൻ തെരുവുനായയുടെ അക്രമത്തിന് ഇരയായ ഒരു ഇര എന്ന നിലയിൽ 3 പ്രാവശ്യം ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. അപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഞാൻ 2020 മുതൽ 20 ഡിസംബർ 31 വരെയുള്ള തെരുവുനായയുടെ അക്രമത്തിന് കണക്കെടുത്തപ്പോൾ ഏകദേശം 13 ലക്ഷം പേരായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തപ്പോഴാണ് 1,63,136 പേര് 5 മാസം കൊണ്ട് അതോടൊപ്പം തന്നെ 17 പേരും മരണപ്പെടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഞാനിപ്പോ അവസാനം ഇതിൽ പങ്കെടുത്തതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ മന്ത്രി ഇപ്പൊ ദയാവധത്തെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച. പക്ഷെ ദയാവധം ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ പൊതുനിരത്തുകളിൽ കൂടി നടക്കുന്ന ഒരു സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ വിഷയത്തെ കാണണം. കാറിൽ സഞ്ചരിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. രാവിലെ പത്രം ഇടാൻ പോകുന്നവര്, പാൽ വിതരണക്കാര്, നടക്കാൻ പോകുന്നവര്, ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരൊക്കെ ഈ തെരുവുനായകളുടെ അക്രമത്തിന് ഇരയാവുന്നത്. ഈ മിനിഞ്ഞാന്ന് മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ ചാടി ആ ഓട്ടോറിക്ഷ മറിഞ്ഞ് ആ ഡ്രൈവർ മരണപ്പെട്ടു. ഈ 2 ദിവസം മുമ്പ് പത്തനംതിട്ടയിലും വഴി കൂടി നടന്നുപോയ ഒരു വയോധികയായ ഒരു അമ്മൂമ്മയെ അതിന്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണില്ല, കടിച്ച് കീറുന്ന ഒരു അവസ്ഥയുണ്ട്. ആ പ്രദേശത്ത് ആരുമില്ലാതെ ഓടി വന്നപ്പോഴാണ് ആ പട്ടി ആ അമ്മൂമ്മേനെ ഇട്ടേച്ച് പോകുന്ന. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പറഞ്ഞപ്പോ തായ്ലൻഡിൽ ഇപ്പോൾ ഒരു കുട്ടി തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. അതൊക്കെ ഈ തെരുവുനായ സ്നേഹികളൊക്കെ കാണണം. അവരൊക്കെ ഇതിനു വേണ്ടി നടക്കുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഈ തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്യുമ്പോഴും ഉദ്യോഗസ്ഥരുടെയും തെരുവുനായ സ്നേഹികളുടെയൊക്കെ കണ്ണു തുറക്കുള്ളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നതും മരണപ്പെടുന്നവർക്ക് സാധാരണക്കാരാണ്. ഒരു വലിയ ഉദ്യോഗസ്ഥനോ പ്രമാണിമാരോ കാറിൽ പോകുന്ന വൻകിടക്കാരോ ആരും ഇതിൽ പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തെരുവുനായയുടെ ആക്രമണത്തിൽ ഇരയായിപ്പെട്ട് മരണപ്പെടുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും തിരിഞ്ഞു നോക്കാറില്ല. ഒരു കാര്യം ഞാൻ പറയാം, വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ട് ഒരാൾ മരണപ്പെട്ടാൽ എന്താണ് ഇന്നത്തെ കേരളത്തിലെ സ്ഥിതി? അവിടെ കേരളത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെത്തുന്നു, ജില്ലാ കളക്ടർ എത്തുന്നു, മന്ത്രിമാരെത്തുന്നു, അവർക്ക് 10 ലക്ഷം രൂപ ഉടനെ കൊടുക്കുന്നു. പിന്നെ ആ മരണപ്പെടുന്ന ഒരു വീട്ടിലെ ഒരാൾക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്യുന്നു. അത്രയും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആക്രമണമാണ് തെരുവുനായ ആക്രമണത്തിൽ ഇവിടെ കേരളത്തിൽ നടക്കുന്നത്. ഇവർക്ക് അപകടം പറ്റിയ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ കേരള സർക്കാർ സുപ്രീം കോടതി നിർദ്ദേശിച്ച തിരിച്ചറിയൽ കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. ഇപ്പൊ 7000-ലേറെ അപേക്ഷകൾ നഷ്ടപരിഹാരത്തിനായിട്ട് അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്തെങ്കിലും ഒരു കണക്കുണ്ടതില്ല. ഈ 43-ാമത്തെ റിപ്പോർട്ട് പ്രകാരം, സിരിജകൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നഷ്ടപരിഹാരം കൊടുത്ത് എത്ര പേർക്കാന്ന് കേരളത്തിൽ? 31 പേർക്ക്. 44-ാമത്തെ റിപ്പോർട്ട് പ്രകാരം 12 പേർക്ക്. ഈ കണക്കുകൾ പരിശോധിക്കും ഒരുപാട് സമയം വേണ്ടി വരും. ഈ ഏകദേശം 1 ലക്ഷത്തിലേക്ക് താഴെയാണ് ഇവർക്കൊക്കെ വിതരണം ചെയ്തിരിക്കുന്നത്. ആ ആക്രമണത്തിൽ മരണപ്പെട്ടവർക്ക് എത്ര രൂപയാണ് ഈ സിരിജകൻ കമ്മിറ്റി അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പൊ എനിക്കൊരു 1-2 നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ളത്, ഇപ്പൊ ദയാവധത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ സാധാരണക്കാരായ തെരുവുനായകൾ ഇനിയും ആക്രമിക്കും. ഇന്നലെ പോലും ഞാൻ എറണാകുളത്ത് നടന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ പങ്കെടുക്കാൻ പോയപ്പോൾ എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മുമ്പിൽ വെച്ച് പട്ടിവട്ടം ചാടി. ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. അപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നില്ല, പട്ടണ പ്രദേശങ്ങളിൽ നിന്നില്ല, എല്ലാ സ്ഥലത്തും ഈ തെരുവുനായകൾ വളരെയേറെ കൂടുതലാണ്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വിഭാഗം ഇന്ന് കേരളത്തിലുണ്ട്. അവരെയൊക്കെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ തെരുവുനായകളുടെ ആക്രമണത്തിൽ ഇരയായവരെ കൊണ്ട് കൊടുത്ത് പരിപാലിപ്പിക്കേണ്ടത്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്,
ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് സിരിജകൻ കമ്മിറ്റി നിർദ്ദേശം കൊടുത്തിട്ട് അവര് ആ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണോ തെരുവുനായ ആക്രമണം കൊണ്ട് പരിക്കേൽക്കുന്നു മരണപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് അവരത് ചർച്ച ചെയ്തൊക്കെയാണ് കൊടുക്കുന്നത്. അതിലൊരു മാറ്റം വരണം. ഇപ്പൊ സിരിജകൻ കമ്മിറ്റി കേരളത്തിലുള്ള മുഴുവൻ അപേക്ഷകരും പരിശോധിച്ച് തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വെച്ചാണ് തെരുവുനായുടെ ആക്രമണം ഉണ്ടാവുന്ന ആ വ്യക്തിക്ക് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആ ഉടനെ കൂടുന്ന ജനറൽ കമ്മിറ്റിയിൽ ഇത് അജണ്ടയായി വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാർ ഉത്തരവിടണം. അത് മുതിർന്നവർക്കാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം, അതോടൊപ്പം പ്രായപൂർത്തിയാർക്കാർക്കാണ് ഇത്ര രൂപ നഷ്ടപരിഹാരം എന്ന രീതിയിൽ വെക്കുന്നതോടൊപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി രൂപീകരണ സമയത്ത് എല്ലാ മേഖലകളിലേക്കും ഫണ്ട് വയ്ക്കുന്നത് ഈ തെരുവുനായകളുടെ ആക്രമണത്തിന് ഇരയാവുന്നവർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നതിനായിട്ടൊരു വാർഷിക പദ്ധതിയുടെ ഒരു നിശ്ചിത ശതമാനം ഫണ്ട് വെച്ചില്ലെങ്കിൽ ഈ കേരളത്തിൽ തെരുവുനായയുടെ ആക്രമണം വർദ്ധിക്കും. അതുമൂലം മരണപ്പെടും. ഇതൊക്കെ ചെയ്യും. സാധാരണക്കാര് ഈ പറഞ്ഞ പോലെ മരണപ്പെടുകയും അവൻ ഒരാളും സഹായിക്കാനില്ലാത്തൊരു അവസ്ഥ കേരളത്തിൽ ഉണ്ടാവും. അപ്പൊ അത് ആ ഒരു ഇടവര അതെ ദയാവാദത്തിലെ കൂടെയൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. നിങ്ങൾ ഓഫീസിലിരുന്നും കാറിലിരുന്നും സഞ്ചരിക്കുന്നവർക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ നടു റോഡിലൂടെ പോകുന്നവർക്ക് ഉണ്ടാവുന്ന ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ അത് എല്ലാവർക്കും ഭീഷണി തന്നെയാണ് ശ്രീ രാജു വാഴക്കാല. എല്ലാവർക്കും എല്ലായ്പ്പോഴും കാറിൽ മാത്രം ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ആ ഭീഷണി എല്ലാവരെയും സംബന്ധിച്ചുമുണ്ട്. കാറിൽ നിന്ന് എന്തായാലും പുറത്തിറങ്ങിയല്ലേ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുള്ളൂ. അപ്പോ ആ ഭീഷണി എല്ലാവരെയും സംബന്ധിച്ചുള്ളതാണ്. നഗരമെന്നില്ല, ഗ്രാമമെന്നില്ല, എല്ലായിടത്തും ഉണ്ട് ആ പ്രശ്നം. ഞാൻ തിരിച്ചെത്താം മറ്റ് അതിഥികളിലേക്ക്.